എല്ലാ കുട്ടികൾക്കും എന്നെ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. നിനക്കിനി മതിയായില്ലല്ലേ ബിസിനസ് ചെയ്തിട്ട്? എനിക്കിനി മതിയായിട്ടില്ല. എങ്ങനെ തിരിഞ്ഞാലും ബിസിനസ്, കാശ്, ഇത് മാത്രമല്ലേ ചിന്തയുള്ളൂ. പിന്നെ നാട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് എനിക്കെന്ത് കിട്ടാനടാ? എടാ, നാട്ടുകാരെ പറ്റിക്കുന്നതിന് ഒരു പരിധിയില്ലേ? കുട്ടികൾക്കുള്ള പൗഡറിൽ വിഷം കലക്കിയിട്ടാൻ വർത്തമാനം പറയണം. വിഷോ? എന്ത് വിഷം? എടാ, നിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ടാൽക്കം പൗഡറിൽ ആസ്പെറ്റോസിന്റെ കണ്ടന്റ് ഉള്ളതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. അത് പിന്നെ എടാ, ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ USA കണ്ടെത്തിയ കാര്യമാണ് ഞാൻ പറയുന്നത്. അറിയടാ, ആ ബാച്ചൊക്കെ തിരിച്ചു വിളിച്ചാണ്. എത്ര തിരിച്ചു വിളിച്ചു? എടാ, ആകെ 33,000 ബോട്ടിൽ മാത്രമേ തിരിച്ചു വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയോ? ബാക്കി അത്രേ ഉള്ളൂ. എടാ, 40,000 പേരാണ് നിനക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. നീ കാരണമാണ് ഒവേറിയൻ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുന്നതെന്ന് പറഞ്ഞ് അതൊക്കെ സെറ്റിൽമെന്റ് സംസാരിച്ചിട്ടുണ്ട്. എടാ, നാട്ടുകാർക്ക് രോഗം വിളമ്പിട്ട് നീ സെറ്റിൽമെന്റ് സംസാരിക്കുന്ന ചില്ലറയൊന്നുമല്ല. $9 ബില്യൺ ഇവിടുത്തെ ഏകദേശം 73,000 കോടി രൂപ വരും. അല്ല, അതവിടെ നിൽക്കട്ടെ. നിന്റെ ഈ സെറ്റിൽമെന്റ് പറഞ്ഞതിന് ശേഷം നിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അത്? അത് എന്തായിരുന്നു? ടാൽക്കം പൗഡർ ഇനി പൗഡറിൽ യൂസ് ചെയ്യില്ല, അതിന് പകരം കോൺസ്റ്റാർച്ചാണ് യൂസ് ചെയ്യുക എന്നാണല്ലോ. അതെ. എന്നിട്ട് നീ ഇപ്പോഴും ഇന്ത്യയിൽ വിൽക്കുന്ന